അമ്മ മാതാവിന് നന്ദി, ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. എൻ്റെ പേര് ശശിധരൻ നായർ. ഞാൻ ബോംബെയിലായിരുന്നു സെറ്റിലായത്. അവിടുന്ന് എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. എനിക്കൊരു ആമാശയത്തിലൊരു ക്യാൻസറിൻ്റെ ഇതുണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നാട്ടിൽ വരേണ്ടി വന്നു. നാട്ടിൽ വന്ന് കാരിത്താസിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായി. ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ എൻ്റെ മോളുടെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കെയർ ഓഫിൽ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതുമാതിരി. അപ്പം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ വീട്ടിൽ കിടക്കുവാണ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു, 1 മാസം കഴിഞ്ഞ് നിനക്ക് കീമോയും റേഡിയേഷനും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം വരുന്നതിൻ്റെ കീമോ റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ മോളുടെ അമ്മായിമ്മയായിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് കുറേ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ അമ്മ മാതാവിലൂടെ അച്ഛൻ ദേഹത്ത് തൊട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ദേഹത്തുള്ള എല്ലാ അസുഖങ്ങളും ഇതോടെ മാറി. എന്തോന്നറിയില്ല, ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പറന്നുപോയ തോന്നി. ഇതിൽ തന്നെ ഞാൻ ഇവിടുന്ന് പോയി തിരിച്ച് വീട്ടിൽ പോയപ്പോഴത്തേക്കും എൻ്റെ മോള് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ എന്താ നല്ല സുഗന്ധം. അപ്പോൾ എനിക്കും ആ ഒരു സുഗന്ധം ഇവിടെ ഫീലായിരുന്നു ഞാൻ ഇവിടെ ഇരുന്നപ്പം. അപ്പം അങ്ങനെ ഞാൻ ഇത് ചെയ്തു. ഞാൻ കീമോ ചെയ്തില്ല, റേഡിയേഷൻ ചെയ്തില്ല. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇന്ന് എൻ്റെ അമ്മ മാതാവ്, എൻ്റെ ഈശോ എന്നെ കാത്തുരക്ഷിച്ച് ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു ഇതുമില്ല, ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഈ 3ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വേണ്ടി 8-ാം തീയതി 9-ാം തീയതി 3ാമത്തെ ഉടമ്പടി പുതുക്കി. അതിനു മുമ്പ് 8-ാം തീയതി എനിക്കൊരു കൊളനോസ്കോപ്പി ചെയ്തു. കൊളനോസ്കോപ്പി ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് 2-3 മുഴ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞാൽ അത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാലും എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ്, എനിക്കൊന്നുമില്ല. ഈ കാലം മുഴുവൻ എൻ്റെ രക്ഷാവ് എൻ്റെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗത്തിൽ 1ാമത്തെ ഒരു നിയോഗം ഇതായിരുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ഈ റിസൾട്ട് വരുമ്പം നെഗറ്റീവ് ആയിരിക്കണേ എന്ന് പറഞ്ഞു. 15-ാം തീയതി റിസൾട്ട് വന്നു, നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട്. ഈശോയെ സ്തുതി. ഞാൻ പറഞ്ഞ മാതിരി, നേരത്തെ ഞാൻ സാക്ഷ്യം കേട്ടിയ മാതിരി, ആ കുട്ടി പറഞ്ഞ മാതിരി ഇഷ്ടംമാതിരി എനിക്ക് സൗഭാഗ്യങ്ങൾ അമ്മ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്, ഇഷ്ടംമാതിരി. അതിപ്പം കാരണം ഈ 2 ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വിതുമ്പുകയാണ്. എനിക്കറിയില്ല അതിനുള്ള ശക്തി എനിക്ക് ദൈവം തരുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഇഷ്ടംമാതിരിയുണ്ട്, ഇഷ്ടംമാതിരി. എൻ്റെ കാലിൻ്റെ തള്ളവിരൽ മുറിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അവിടെയും എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു. ഈ കാലയളവിൽ ഞാൻ എന്നും രാവിലെ 5:30 പ്രാർത്ഥിക്കും, തൈലം പുരട്ടും, തേൻ കഴിക്കും. അതുമാതിരി ആർക്ക് എന്ത് അസുഖം വന്നാലും ഇത് വന്നാലും എന്ത് മുറി വന്നാലും ഞാൻ അവിടെ തേൻ പുരട്ടും. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേൻ പുരട്ടും. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഇന്ന് ഞാൻ കർത്താവിൻ്റെ സംരക്ഷണവും വിശ്വാസ പ്രമാണം ഇതെല്ലാം എന്നും ജപമാല ചൊല്ലും ഞാൻ. ഈശോയെ നന്ദി. എനിക്കിത്രേ പറയാം. തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം ഉണ്ടല്ലോ ഇപ്പം പറഞ്ഞതുപോലെ, എനിക്ക് ഈ പറഞ്ഞ മാതിരി അമ്മ മാതാവിൻ്റെ ഇവിടെ വന്ന് ഇത് ചെയ്തപ്പം എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, ഒരു സുരക്ഷാ വലയം. എൻ്റെ കുടുംബത്തിന് ഒരു സുരക്ഷാ വലയമുണ്ട്. ആ വലയത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് എൻ്റെ ഇതിൽ ഏക്കത്തില്ല. ആ ഒരു എൻ്റെ വിശ്വാസമുണ്ട്. അമ്മ മാതാവിൻ്റെ സുരക്ഷ. എൻ്റെ ചെറിയ കൊച്ചുമോള് 1.5 വയസ്സേ ഉള്ളൂ. അവൾ ഇന്നലെ മിനിഞ്ഞാന്ന് റോഡിലോട്ട് പോയി മൂക്കൂത്തി വീണു. പക്ഷെ അവൾക്ക് ചെറിയൊരു പോറലല്ലാതെ വേറൊന്നും പറ്റിയില്ല. അമ്മ മാതാവിൻ്റെ തൈലം ഞാൻ പുരട്ടി, വേറൊന്നും പുരട്ടിയില്ല. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരാളല്ല, ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഇദ്ദേഹം തന്നെ ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യത്തിലൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഈ അമ്മയാണ് കൂടെയുള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്നവർക്ക് അമ്മ അത് സ്വപ്നത്തിലൂടെയോ സുഗന്ധാഭിഷേകത്തിലൂടെയൊക്കെ അത് കൺഫേം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പ്രസൻസ്, അത് ഉടമ്പടി പ്രാർത്ഥനയുടെ അച്ഛൻ എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഐ ഷാൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട്, അത് സംരക്ഷണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ബോംബെയിൽ നിന്നാണ് ഇന്ന് ഇതിനു വേണ്ടി തന്നെയാണ് ഇവിടെ വന്നതും ഈ ഒരു കാര്യം സാക്ഷ്യം പറയാനായിട്ട്.
ഒപ്പം ഇതിനു മുമ്പും ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതായിട്ടും എൻ്റെ കയ്യിൽ പറയുകയുണ്ട്, അതും അതിലുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ഇതുപോലെ ചെറുതും വലുതുമായിട്ട് സാഹചര്യത്തിലെല്ലാം ദൈവം കൂടെ ഉണ്ടെന്ന് അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് അനുഭവിക്കാനും, അത് നേരത്തെ ഒരു ക്യാൻസറിൻ്റെ കാര്യത്തിൽ അത് മാറിയതാണെങ്കിലും ഇപ്പോഴത്തെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, വ്യക്തികളും മനുഷ്യരുമല്ല, ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസം ഉണ്ടാകുകയും അത് അനുഭവിക്കാനായിട്ട് ഉള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്ന വലിയൊരു വിശ്വാസത്തിൻ്റെ വലിയൊരു അനുഭവമാണ്. ഈ പ്രിയ സഹോദരൻ അവസാനം പറഞ്ഞു നിർത്തുന്നുണ്ട്, ജപമാലയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ഈശോയുടെ മാതാവിനോടുള്ള ഭക്തിയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അതെല്ലാം അനുഭവത്തിലൂടെ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സായാഹ്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകത്തിലും മറ്റു ശനിയാഴ്ചകളിലെ ധ്യാനങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ തിങ്കളാഴ്ചകളിലെയും ചൊവ്വാഴ്ചകളിലെയും ധ്യാനങ്ങളും ഓൺലൈൻ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, പ്രസാദപരമാതാവേ, എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ഭാഷണത്തിലെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണം.
ക്ഷമിക്കണമേ. ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.